നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇന്നുവരെ ജീവിതത്തിൽ ബിയറോ അതുമല്ലെങ്കിൽ മറ്റ് മദ്യമോ ഒരു ഗ്ലാസ് പോലും കുടിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളെ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. അദ്ദേഹത്തെ പോലെ ഇത്തരം ആഡംബര ഭ്രമമുള്ള ഒരു വ്യക്തി, പാർട്ടികളിലും മറ്റും സംബന്ധിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ലഹരി വസ്തുക്കളിലോ മദ്യത്തിലോ അടിമപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഏവരും അതൊരു വിശ്വാസത്തിലെടുക്കുന്ന ഒരു ഘടകമല്ല. എന്നാൽ അദ്ദേഹം സ്ത്രീ വിഷയത്തിൽ വളരെ തൽപരനാണ്. ഒരു സ്ത്രീ ലംബടൻ എന്ന് പോലും പറയുന്ന രീതിയിലാണ് അമേരിക്കക്കാർ കാണുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വോട്ട് ചെയ്യുന്നവരോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോ അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് കണക്കാക്കുന്നില്ല. മുൻകാലങ്ങളിൽ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റനും എന്തിനേറെ പറയുന്നു ജോ ബൈഡനെതിരെ പോലും സ്ത്രീ വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അമേരിക്ക അതിനെ മറ്റൊരു നെഗറ്റീവ് മാർക്കായിട്ട് അതിനെ കണക്കാക്കുന്നില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിൻ്റെ അധികാരി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമോ, അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ മറ്റു പലരും ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്നുള്ളത് എല്ലാവരും സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയിലെ ഇൻ്റലിജൻസ് ഏജൻസികളും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ന്യൂയോർക്കിലെ 5th അവന്യൂവിലെ ട്രംപ് ടവർ അതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. അദ്ദേഹത്തിന് ലോകമെമ്പാടും വലിയ വലിയ നഗരങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, കാസിനോസ് ഉണ്ട്. അപ്പോൾ 80കളുടെ തുടക്കത്തിൽ നമുക്കറിയാവുന്നതുപോലെ ശീതസമരം റഷ്യ അല്ലെങ്കിൽ USSR സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതസമരം അത് ലോകത്തിൻ്റെ രണ്ട് ശക്തികൾ തമ്മിലുള്ള സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ നേർക്ക് നേരെ ഇന്നുവരെ അവർ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അവരുടെ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നത് വിയറ്റ്നാമിലും കൊറിയയിലും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് യുദ്ധങ്ങൾ. രണ്ട് ചേരിയിൽ സപ്പോർട്ട് കൊടുത്ത് നടന്നിരുന്ന യുദ്ധങ്ങൾ ലോകം മൊത്തം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം അങ്ങനെയായിരുന്നു ലോകം പോയിക്കൊണ്ടിരുന്നത്. 80കളൊക്കെ ആയപ്പോൾ റഷ്യ പല രീതിയിലും അമേരിക്കയുടെ അധികാര കേന്ദ്രത്തിനുള്ളിൽ കയറി പറ്റുന്നതിന് വേണ്ടി KGB അവരുടെ ഇൻ്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗം പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനു വേണ്ടിയിട്ട് ബിസിനസ്സുകാർ, വലിയ വ്യവസായികൾ, രാഷ്ട്രീയ തലത്തിലുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടി റഷ്യ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന് അന്ന് ന്യൂജേഴ്സിയിലായിട്ട് അറ്റ്ലാന്റിക് സിറ്റിയിൽ താജ്മഹൽ എന്ന് പേരുള്ള ഒരു കാസിനോ ഉണ്ടായിരുന്നു. അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ലോകം മുഴുവനും മറ്റ് ബിസിനസ്സുകൾ നടത്തുമ്പോഴും വളരെയധികം ലാഭം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ആയിരുന്നുവെങ്കിലും ഈ ഒരു പ്രസ്ഥാനം കാസിനോ താജ്മഹൽ എന്ന പേരുള്ള അറ്റ്ലാന്റിക് സിറ്റിയിലെ ഇത് ഒരു നഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ഇത്തിരി നഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് റഷ്യൻ ഏജൻസ് പല വ്യാജേന ഇദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഇദ്ദേഹത്തിന് റഷ്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പണം കൊടുക്കാമെന്നുള്ളൊരു ധാരണയിലൊക്കെ എത്തുകയും ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് 87 കാലഘട്ടത്തിൽ ക്ഷണിച്ച് മോസ്കോയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ട്രംപ് ടവർ പണിയുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലയളവിലെല്ലാം അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു പറ്റം സ്ത്രീകളും സുന്ദരികളും ഇദ്ദേഹത്തെ വലയം ചെയ്ത് ഉണ്ടായിരുന്നു ഉള്ളതാണ്. നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏതൊരു ചിത്രത്തിൽ നോക്കിയാലും സുന്ദരിമാരും എല്ലാവരുമായി പരിവാരങ്ങളുമായിട്ടാണ് അദ്ദേഹം എന്നും പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ബുഷിൻ്റെ കാലഘട്ടത്തിൽ പിതാവ് ബുഷ്, അതായത് സീനിയർ ബുഷ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആകാൻ ക്ഷണിച്ചിരുന്നു. പിന്നെ റൊണാൾഡ് റീഗന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം എന്നും ഇത് ഒരു 40-45 വർഷം മുമ്പ് മുതലേ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഇന്നത്തെ നിയുക്ത പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ റഷ്യയുമായിട്ട് ബന്ധമാകാം, മോസ്കോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ റഷ്യയുടെ അകത്തളങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന് അന്നു മുതലേ പങ്കുണ്ടെന്നാണ്
പല വിവരങ്ങളും പുറത്തു വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പല തെളിവുകളും ഉണ്ടായിരുന്നു. എന്നാൽ 2013 ഇദ്ദേഹം മോസ്കോയിലെ ഒരു ഹോട്ടൽ മുറിയില്, അന്ന് ഒബാമ കിടന്ന ഹോട്ടൽ മുറിയാണെന്നാ പറയുന്നത്, അവിടെ നമുക്കൊന്നും വീഡിയോയുടെ മുമ്പിൽ പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള കുറച്ച് പ്രവൃത്തികൾ സംഭവിക്കുകയും ഒരു മെത്തയിൽ മൂത്രമൊഴിക്കുക, വേശ്യകളുമായിട്ടുള്ള മുറി പങ്കിടുക, അങ്ങനെയുള്ള കുറെ ചിത്രങ്ങള് റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് FBI-യും CIA പോലെയുള്ള ഏജൻസികളും വിശ്വസിക്കുന്നതും അതിന് വ്യക്തമായ തെളിവുകൾ അവരുടെ കൈവശമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2014, 15, 16 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം പ്രസിഡന്റ് ആവാൻ തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിൽ ആ പ്രചരണ വേളയിൽ തന്നെ വളരെയധികം രേഖകൾ, കൊല്യൂഷൻ, അദ്ദേഹത്തിന്റെ അന്നത്തെ ഇതിൽ കുറച്ച് ആൾക്കാർ ജയിലിൽ പോയിരുന്നു. പോൾ മാനഫോർട്ട് എന്ന അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിലെ വലിയൊരു ഘടകമായിരുന്നു, പ്രചാരണം ഗ്രൂപ്പിന്റെ ഒരു വ്യക്തിയായിരുന്നു പോൾ മാനഫോർട്ട്. അതൊക്കെ 7 കൊല്ലം വീട്ടുതടങ്കലിൽ ശിക്ഷയ്ക്ക് ലഭിച്ചതാണ്. പിന്നെ ജോർജ് പപ്പടപൗലോസ്. ഈ ജോർജ് പപ്പടപൗലോസ് എന്ന വ്യക്തിയെ റഷ്യൻ ഏജൻസ് സ്വാധീനിക്കുകയും ഹിലരിക്കെതിരായിട്ട്, ഹിലരി ക്ലിന്റൺ ആയിരുന്നു അന്നത്തെ എതിർ സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും, ബിൽ ക്ലിന്റന്റെ ഭാര്യ. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില രേഖകള്, ഇമെയിലുകളൊക്കെ കൊടുക്കുകയും വിക്കിലീക്സ് പോലും അതിൽ ഇടപെട്ട് കുറച്ച് രേഖകൾ, കാരണം ട്രംപിന് ഇത് നഷ്ടപ്പെടും എന്നുള്ളൊരു കാലഘട്ടം വന്നപ്പോൾ ട്രംപുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇങ്ങനെ ഒരു ഇത് റൂഡി ജൂലിയാനി പോലെയുള്ള ന്യൂയോർക്ക് മേയർ, അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെ അന്ന് പ്രചരണ വേളയിലും ഇതിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ പുടിൻ ട്രംപിനെ സ്വാധീനിക്കുകയും, കാരണം ട്രംപിനെ വെച്ച് പുടിൻ പല കാര്യങ്ങളും, പ്രധാനമായിട്ടും യുക്രൈൻ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ യുദ്ധത്തിന് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ വിഷയങ്ങൾ. എന്നാൽ 2016 ട്രംപ് അധികാരത്തിൽ വന്ന നിമിഷം തന്നെ FBI ഡയറക്ടർ ആയിരുന്ന ജെയിംസ് കോമി അദ്ദേഹത്തിനെ ഫയർ ചെയ്തു. കാരണം ജെയിംസ് കോമിയുടെ കയ്യിൽ ഒരു ഡോസിയർ ഉണ്ട്, രേഖകള് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് പുടിനും ട്രംപുമായിട്ടുള്ള ബന്ധമെന്ന് ആ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ട്രംപ് 2016 അധികാരത്തിൽ വന്ന് വേളയിൽ ട്രംപ് നേരിട്ട് ഹെൽസിങ്കി എന്ന സ്ഥലത്ത് G20 മീറ്റിങ്ങിന് പോയ സമയത്ത് പുടിനുമായിട്ട് 1-on-1 മീറ്റിംഗ്, ഒരു അടച്ചിട്ട മുറിയിൽ ഇവർ രണ്ടുപേരും രഹസ്യമായിട്ട് അമേരിക്കൻ ഏജൻസിനെ പുറത്ത് നിർത്തി ഒരു 2 വ്യക്തികൾ ട്രാൻസ്ലേറ്റർ മാത്രം വെച്ചിട്ട് സംവദിച്ചതൊക്കെ ഒരു വിവാദമായിരുന്ന വിഷയമാണ്. അന്നാളില് FBI-യും CIA-യും പോലെയുള്ള അമേരിക്കൻ ഏജൻസ് പോലും പറഞ്ഞിരുന്നു ഇത് ഈ പല കാര്യങ്ങളിലും ട്രംപ് തെറ്റാണ്, പുടിൻ അമേരിക്കയ്ക്കെതിരെ എലക്ഷൻ ക്യാമ്പയിനിൽ ഇടപെട്ടു, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ, ഹിലരി ക്ലിന്റന്റെ പാർട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള സെർവർ പോലും ഹാക്ക് ചെയ്തു ഈ റഷ്യൻ ഏജൻസ് അന്നാളില്. ഇതൊക്കെ പുറത്തു വന്നിട്ട് പോലും ട്രംപിന് പുടിനെ അന്ന് എതിർക്കാനായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതിന് കാരണമായി പറയപ്പെടുന്നത് ട്രംപിന്റെ സ്വകാര്യ നിമിഷങ്ങളും ദൃശ്യങ്ങളും എല്ലാം പുടിന്റെ കയ്യിലുണ്ട്. അത് വെച്ച് പുടിൻ ട്രംപിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതും നേടും. പ്രധാനമായിട്ടും യുക്രൈൻ യുദ്ധത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ യുക്രൈൻ ആയുധങ്ങൾ, അമേരിക്കൻ ആയുധങ്ങൾ കൊടുക്കുക വഴി ട്രംപിന്, അത് റഷ്യക്കും പുടിനും വളരെയധികം ദോഷം ചെയ്യും എന്നതുകൊണ്ടുമാണ് ഈ ട്രംപിനെ പുടിൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ട്രംപ് സെലൻസ്കി എന്ന യുക്രൈൻ്റെ നേതാവിനോട് ആവശ്യപ്പെടുന്നത് ഹണ്ടർ ബൈഡന്റെ മകന് എതിരെയുള്ള രേഖകൾ നൽകണം. കാരണം രാഷ്ട്രീയ എതിരാളികളെ, ട്രംപിനെതിരെ വന്നിരിക്കുന്ന പുടിനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലുള്ള ആ ഒരു എതിർപ്പിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് ഇങ്ങനെയുള്ള രേഖകൾ സെലൻസ്കിയിൽ നിന്നും ആവശ്യപ്പെട്ടു എന്നും അതും ഒരു വിവാദമായി നിൽക്കുന്നുണ്ട് ഈ ഒരു വേളയിൽ. ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത്, കാരണം എപ്പോഴും ട്രംപ് പുടിനെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല, കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുക. അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങള് റഷ്യക്കും സോവിയറ്റ് യൂണിയനും റഷ്യക്കും പുടിനും എതിരായിട്ട് നിൽക്കുമ്പോൾ ട്രംപ് പുടിനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. പുടിന്റെ
ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു പ്രസിഡന്റ് ആകുമോ എന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന സിറിയയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അതെല്ലാം കോംപ്രമൈസ് ആവും. അമേരിക്കയുടെ താല്പര്യങ്ങൾ കോംപ്രമൈസ് ആവുന്ന സാഹചര്യത്തിലേക്ക് ഈ ബന്ധം പോകുമോ എന്ന് പോലും അമേരിക്കയിൽ ആവലാതിപ്പെടുന്ന കുറെ അധികം ജനങ്ങളുണ്ട്. അതുമല്ല, പൂട്ടിനെ പിണക്കി ട്രംപ് തീരുമാനങ്ങൾ എടുക്കുമോ? പ്രത്യേകിച്ച് സിറിയ, ഇറാൻ പോലെയുള്ള വിഷയങ്ങൾ, യുക്രൈൻ യുദ്ധമായിട്ട്. കാരണം അദ്ദേഹം പറയുകയുണ്ടായി 24 മണിക്കൂറിനുള്ളിൽ യുക്രൈനിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കും. അത് യുക്രൈൻ എന്ന രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാകുകയും അവരുടെ ഡൊണസ്ക്, ക്രീമിയ പോലെയുള്ള വലിയൊരു പ്രദേശം വിട്ടുകൊടുക്കേണ്ടി വരും പുടിന് അങ്ങനെ ഒരു കോംപ്രമൈസിന്. അത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നാറ്റോയുടെയും താല്പര്യങ്ങൾക്ക് എതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് അമേരിക്കയെ തള്ളിവിടുമോ? അതുമല്ലെങ്കിൽ പുടിൻ, നമ്മളൊരു നീലചിത്രമൊക്കെ പുറത്തു വരുന്നത് പോലെ പുടിൻ ഇത് പുറത്ത് വിട്ട് ട്രംപിനെ സ്വാധീനിക്കുമോ? അതോ ആ ബ്ലാക്ക് മെയിൽ ഏതറ്റം വരെ പോകും എന്നുള്ളത് നമുക്ക് ഇനി ട്രംപ് ജനുവരി 20 അധികാരം ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ കാത്തിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ, ട്രംപിന്റെ ബ്ലാക്ക് മെയിൽ വിഷയം, പുടിൻ അത് എന്തുമാത്രം ഉപയോഗിക്കും എന്നൊക്കെയാണ് നോക്കിക്കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടും FBI കൗണ്ടർ ഇന്റലിജൻസ് ഏജൻസി ആ കാലഘട്ടത്തിൽ പീറ്റർ സ്റ്റോർസ്ക് എന്ന് പറഞ്ഞ വ്യക്തി സെനറ്റിന്റെയോ കോൺഗ്രസിന്റെ മുമ്പിൽ, അന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ആയിരുന്ന ഗൗഡിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ മുന്നോട്ട് പറയുന്നുണ്ട്. കാരണം ഒരു FBI 20 വർഷമായിട്ട് FBI കൗണ്ടർ ഇന്റലിജൻസ് ഏജന്റായ സ്റ്റോർസ് പറഞ്ഞത് വ്യക്തമായിട്ടും അമേരിക്കൻ താല്പര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ട്രംപ് അതിന് കാരണക്കാരനായിരിക്കുന്നു. അതിനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുടിന്റെ കയ്യിൽ ഇരിക്കുന്നതാണോ എന്നാണ് അമേരിക്കയും ലോകവും ഉറ്റുനോക്കുന്നത്. ഇത് ഏതറ്റം വരെ എത്തിപ്പെടും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇനി നോക്കി കാണേണ്ടി വരും. കാരണം ഇനിയിപ്പോ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം സിറിയ, യുക്രൈൻ പോലെയുള്ള വിഷയങ്ങൾ, ഇറാൻ പോലെയുള്ള വിഷയങ്ങൾ പുടിൻ വിലപേശി ട്രംപിനെ മുൾമുനയിൽ നിർത്തി നടത്തുമോ എന്നുള്ളത് കാണുന്നതിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്.